വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മൾ ഇന്ന് എത്രാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണല്ലോ. അപ്പം അങ്ങനെ രാവിലെ 3:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു എല്ലാം. എന്നിട്ട് മക്കളെ ഞാൻ വിളിക്കാൻ വേണ്ടി പോവാണ്. സുഖമായിട്ട് ഉറക്കമാണ്. അങ്ങനെ അമ്മ വന്നിരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കുക. അമ്മ പറയും അമ്മ എനിക്ക് ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞ അമ്മ ഓടി ഇരിക്കുകയാണ്, ഉറങ്ങുകയാണ് കേട്ടോ. അക്കുനെ വഴക്ക് പറഞ്ഞ് ഞാൻ കുറച്ച് കഴിപ്പിച്ചു. അപ്പം ഞാൻ ഇന്നൊരു മെഹന്തിയെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തരട്ടെ. ഷാസ് മെഹന്തി എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അവർക്ക് നെയിൽ കോണും ഉണ്ട്, അതേപോലെ തന്നെ ഹാൻഡ് കോൺ ഉണ്ട്, അതുപോലെ തന്നെ ഹെന്ന കോണുണ്ട്, അങ്ങനെ ഒരുപാട് കോണുണ്ട്. പിന്നെ അതുപോലെ സ്റ്റെൻസിലുണ്ട്, പല വെറൈറ്റി സ്റ്റെൻസിൽ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നമ്പർ ഉണ്ട് കേട്ടോ, കോൺടാക്ട് ചെയ്ത് ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് എന്തായാലും എനിക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പതിവ് പോലെ ഞാൻ സിറ്റൗട്ടിൽ വെള്ളം കൊണ്ടുവച്ച് അസർ നിസ്കരിച്ചതിന് ശേഷമാണ് സിറ്റൗട്ടിൽ വെള്ളം വെക്കുന്നത്. അപ്പോൾ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ രണ്ടുപേരുടെ പതുക്കെ നടന്ന് വരുന്നുണ്ട്. പള്ളിയിൽ പോയി ഇഫ്താറെല്ലാം സ്നാക്സും ഒക്കെ സെറ്റ് ചെയ്തിട്ട് വരുന്ന വരവാണ് കേട്ടോ. ആടി ഉലഞ്ഞുലാത്തി രണ്ടും കൂടെ പതുക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വെച്ചു. പിന്നെ സമയമില്ലായിരുന്നു ഇന്ന് വീഡിയോ ഒന്നും എടുക്കാൻ കേട്ടോ. അത് കാരണം ഇന്ന് കുറച്ച് വീഡിയോസേ ഉള്ളൂ. ഞാൻ ഷോപ്പിൽ നിന്ന് ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. പാല് തിളപ്പിക്കാൻ വെച്ചു, അതുപോലെ തന്നെ ചായ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉള്ളായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. വാട്ടർമെലണും പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രേപ്സും ഉണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്തു. പിന്നെ സ്നാക്സ് സമൂസയും വേറൊരു ഇതും കൂടെ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ നന്നാരി സർബത്ത് മതിയെന്ന് പറഞ്ഞു മക്കൾക്ക്. ഇത് കാരണം നന്നാരി സർബത്താണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും ഒരുപാട് സ്നാക്സ് കഴിച്ചാൽ പിന്നെ ഇവർ ഫുഡൊന്നും കഴിക്കത്തില്ല. അത് കാരണം ഇപ്പം സ്നാക്സൊക്കെ കുറച്ചേ മേടിക്കാറുള്ളൂ. പിന്നെ നല്ല ചൂടോടെ അടിപൊളി ഒരു ചായയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ടേബിളിൻ്റെ പുറത്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ചപ്പാത്തിയും ചിക്കൻ കറി അതിൻ്റെ കൂടെ അങ്ങ് എടുത്ത് വെച്ചത്. മക്കൾ കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു, കാരണം സ്നാക്സൊക്കെ ഇന്ന് കുറവല്ലേ. അത് കാരണം അതിൻ്റെ കൂടെ നോമ്പ് തുറന്നു പറഞ്ഞാൽ കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണ്. പക്ഷേ ആരും കഴിച്ചില്ല കേട്ടോ. എല്ലാവരും മഗ്രിബൊക്കെ നിസ്കരിച്ചിട്ടൊക്കെ വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇനി എപ്പോഴാണോ കഴിക്കുന്നതെന്നും അറിയുന്നില്ല. രാത്രിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും അൽഹംദുലില്ലാ റാഹത്തായിട്ട് നോമ്പ് തുറന്നു. ഫാദിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫാദി ഇന്നലെ ഇല്ലായിരുന്നു, ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മക്കൾ അവരുടെ പ്രോജക്റ്റ് സാധനങ്ങൾ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി മേടിക്കാൻ വേണ്ടി പുറത്തോട്ട് പോവുകയാണ്. അവർ പോയതിനു ശേഷം ഫാദി ഇവിടെ നിന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സമയം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഖുർആൻ ഓതാകുമ്പോൾ എന്നെ ഒരാൾ സമ്മതിക്കുന്നില്ല. കാലിയിട്ട് നോണ്ട് ഇരിക്കുകയാണ്. ജൂലിയാണ് കണ്ടില്ല, കാണിക്കുന്ന അഹങ്കാരം കണ്ടില്ല, എന്നെ ഞോണ്ടിരിക്കും. പിന്നെ ഞാൻ ഇവരാരും കഴിക്കുന്നില്ല. അപ്പോൾ ഫാദിക്ക് ഞാൻ പിന്നെ ചിക്കനും ചപ്പാത്തിയൊക്കെ കൊടുത്ത് ഫാദി പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഫാദിയെ ജൂലി വിടുന്നില്ല കേട്ടോ, പിടിച്ച് വെക്കുകയാണ്. ജൂലി ഫാദിയായിട്ടും കമ്പനിയായിട്ടോ. അതിനുശേഷം അക്കും അമ്മവും കൂടെ പോയിരുന്ന് പഠിക്കുകയാണ് കേട്ടോ. ഇവർക്ക് മിഡ് ടേം ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇതുവരെ ആനുവൽ എക്സാം തുടങ്ങിയിട്ടില്ല, അടുത്ത മാസമേ ആനുവൽ എക്സാം ഉള്ളൂ. അപ്പം മിഡ് ടേം ടെസ്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മു ത്രാവി നിസ്കരിക്കാൻ പോകണം. അമ്മുനെ ജൂലി വിടുന്നില്ല, എല്ലാവരും ജൂലി പിടിച്ച് വെക്കുകയാണ്. അപ്പോൾ ജൂലിയെ വഴക്ക് പറഞ്ഞിട്ട് അമ്മു ഇറങ്ങി പോവാണ്. പിന്നെ അക്കു ഇറങ്ങിപ്പോയപ്പോൾ അക്കുവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി വെളിയിൽ നിൽപ്പുണ്ട് ജൂലി. അന്നേരം അക്കുവാണെങ്കിൽ കമ്പെടുത്തോണ്ട് വഴക്ക് പറഞ്ഞ് അകത്ത് ഓടിച്ചു വിടുവാണ്. വഴക്ക് പറഞ്ഞ് വെളിയിൽ ഇറങ്ങി പോരുന്നെന്ന് പറഞ്ഞ് ഓടിച്ചോടിച്ച് അകത്തോട്ട് കയറ്റി വിടുവാണ്. പിന്നെ അതിനുശേഷം ഞാൻ നിസ്കരിക്കാൻ പോയി. നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേ ബെല്ലടിക്കുന്നു. എൻ്റെ അക്കോട്ടൻ എനിക്കൊരു ഗ്ലാസ് ചായയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളയാതിരിക്കാൻ വേണ്ടി 2 ഗ്ലാസ്സിലായിട്ടാണ് ചായയും കൊണ്ട് വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ പകുതി ചായയും താഴെ പോകും കേട്ടോ. പിന്നെ 2 ബിസ്ക്കറ്റും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷാസ് മെഹന്തി നയിച്ചു തന്ന അതുള്ളത് കാരണം ഞാനാണെങ്കിൽ മൈലാഞ്ചി ഇട്ട ഈ മൈലാഞ്ചിയുടെ മണം കേട്ടോണ്ട് ജൂലി വന്ന് എൻ്റെ അടുത്തിരിക്കുവാണ്. എൻ്റെ സ്മെല്ല് പിടിച്ച് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ വേണ്ടി ടേബിളിൻ്റെ പുറത്ത് എടുത്ത് വെച്ചു. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇതുപോലൊരു അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.